നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. പതിവ് പോലെ കാടിറങ്ങി തിരുമുൽ കാഴ്ച രാജകൊട്ടാരത്തിലെത്തി. കാടിന്റെ മക്കൾ ആചാരത്തിന്റെ പവിത്രതയുമായി കവടിയാർ കൊട്ടാരത്തിലെത്തി. അഗസ്ത്യമലയുടെ താഴ്വാരത്തു നിന്ന് അവർ ശേഖരിച്ച വനവിഭവങ്ങൾ രാജകുടുംബത്തിന് തിരുമുൽ കാഴ്ചയായി സമർപ്പിച്ചു. കോട്ടൂരിലെ 17 വനവാസി സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള 50 വനവാസികളാണ് തിരുമുൽ കാഴ്ച സമർപ്പണത്തിന് കൊട്ടാരത്തിലെത്തിയത്. വനവാസികളുടെ ഈ യാത്രയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഊരുമൂപ്പൻ വില്യൻ കാണി, മാദേവി കാണി എന്നിവരുടെ നേതൃത്വത്തിൽ കാണിക്ക വെച്ച് ഓണപ്പാട്ടുകൾ പാടി രാജകുടുംബാംഗങ്ങളായ പൂയം തിരുനാൾ പാർവതി ഭായി, പത്മശ്രീ ഗൗരി ലക്ഷ്മി ഭായി, ആദിത്യവർമ്മ എന്നിവർ ചേർന്ന് കാടിന്റെ മക്കളെ സ്വീകരിച്ചു. കൊട്ടാരത്തിൽ നിന്ന് കൈനീട്ടം വാങ്ങി സദ്യയും കഴിച്ചായിരുന്നു ഇവരുടെ മടക്കം. കാട്ടുതേൻ, നെല്ലിക്ക, തിന, ചേന, ചേമ്പ് എന്നിവയെല്ലാം കാണിക്കയായി ഇവർ കൊണ്ടുവന്നിരുന്നു. മാസങ്ങളോളം വനത്തിൽ അലഞ്ഞാണ് ഇവർ ഇതൊക്കെ ശേഖരിച്ചത്. ചൂരലിൽ നിർമ്മിച്ച കുട്ട, വട്ടി, മുറം എന്നിവയും തമ്പുരാട്ടിമാർക്ക് സമർപ്പിച്ചു. കോട്ടൂർ മുണ്ടണി മാടൻകോവിൽ ക്ഷേത്ര സമിതിയാണ് ആചാരയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. വേണാട് രാജവംശം ഭരിച്ചിരുന്ന കാലത്താണ് രാജാവിന് കാണിക്ക നൽകുന്ന സമ്പ്രദായം തുടങ്ങിയത്. കാണിക്ക വച്ചവരുന്ന അർത്ഥത്തിലാണ് വനവാസികൾക്ക് കാണിക്കാർ എന്ന വിളിപ്പേര് കിട്ടിയതത്രേ. ഉച്ചയ്ക്ക് ശേഷം ശംഖുമുഖം കടൽ തീരവും നഗര കാഴ്ചകളും കണ്ട ശേഷം സന്ധ്യയോടെയാണ് വനവാസികൾ കാട്ടിലേക്ക് മടങ്ങിയത്. ചരിത്രം കുറിച്ച് വിഴിഞ്ഞത്തെ ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് ആഴമുള്ള മദർഷിപ്പ് MSC കെയില വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖത്ത് മറ്റൊരു നാഴികക്കല്ല് കുറിച്ചു. ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് ആഴമുള്ള മദർഷിപ്പായ കെയില തുറമുഖത്ത് നങ്കൂരമിട്ടു. സമുദ്രനിരപ്പിൽ നിന്ന് 16.5 മീറ്റർ ഡ്രാഫ്റ്റ് ആഴമുള്ള മദർഷിപ്പാണ് MSC കെയില. ഇതിനു മുമ്പ് ഗുജറാത്ത് തീരത്തെത്തിയ MSC വാഷിംഗ്ടൺ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റ് ആഴമുള്ള കപ്പൽ. അതിനുശേഷം രാജ്യത്തെത്തിയ ഡ്രാഫ്റ്റ് ആഴമുള്ള കപ്പലാണ് MSC കെയില. MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഇതുവരെ ആകെ 5 കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറുന്നതിന്റെയും തുടക്കമാണ് കപ്പലുകളുടെ ഈ വരവ്. തൃശൂർ പൂരം നിർത്തിവെക്കാനും അലങ്കോലപ്പെടുത്താനും ഇടയാക്കിയ സംഭവത്തെക്കുറിച്ച് സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് CPI. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന തൃശൂർ പൂരത്തിന്റെ രാത്രി എഴുന്നള്ളത്ത് തടയാനും തുടർന്ന് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെക്കാനിടയായ സംഭവങ്ങളിൽ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന നടന്നതായി CPI അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഗൂഢാലോചന പുറത്തു വരേണ്ടതാണെന്നും CPI വ്യക്തമാക്കി. പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ അതിരു കടന്നതായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടിയുണ്ടായി. എന്നാൽ പൂരം നിർത്തിവെക്കാനും അലങ്കോലപ്പെടുത്താനും നടന്ന ഗൂഢാലോചന പുറത്തു വരേണ്ടതുണ്ട്. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ ഗുണഭോക്താക്കൾ BJPയും സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ആയിരുന്നു. സംഘപരിവാറിലെ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ചില നേതാക്കളുടെ സാന്നിധ്യം ഇത്തവണത്തെ പൂരത്തിലുണ്ടായത് സംശയം ജനിപ്പിക്കുന്നു. ADGP RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം സംബന്ധിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ ജനങ്ങൾക്കായി പുറത്തുവിട്ട് വസ്തുത തെളിയിക്കണമെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനവുമായി CPIയുടെ യുവജന സംഘടനയായ AIYF. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലടക്കം ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നുമാണ് യുവജന സംഘടനയുടെ ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ ADGP MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും എതിരെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന തിരിച്ചറിവിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് CPM നേതൃത്വം നിർദ്ദേശിച്ചെന്ന റിപ്പോർട്ടുകൾ. ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 വിശ്വസ്തർക്കും സ്ഥാനചലനം ഉണ്ടാകുമെന്ന സൂചന ശക്തമായി. ഗതാഗത കമ്മീഷണർ സ്ഥാനം ഏറ്റെടുക്കാതെ IG A അക്ബർ. മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ADGP S ശ്രീജിത്ത് ഗതാഗത കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞത്. പകരം എറണാകുളം റേഞ്ച് ക്രൈംബ്രാഞ്ച് IG ആയ A അക്ബറിനെ ഗതാഗത കമ്മീഷണറായി നിയമിച്ചിരുന്നു. ഉത്തരവിറങ്ങി 1 മാസം കഴിഞ്ഞിട്ടും അക്ബർ സ്ഥാനം ഏറ്റെടുത്തില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ കൊച്ചിയിൽ നിന്നും മാറാൻ കഴിയില്ലെന്ന് അക്ബർ DGPയെ അറിയിച്ചിട്ടുണ്ട്. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിനാണ് ഗതാഗത കമ്മീഷണറുടെ നിലവിലെ ചുമതല. KSRTC MDയുടെ ചുമതലയും പ്രമോദ് ശങ്കറിനാണ്. രാജ്യത്ത് MPOX സ്ഥിരീകരിച്ചു. ദില്ലി സഫ്ദർജംഗ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന യുവാവിന്റെ പരിശോധനാ ഫലം പോസിറ്റീവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. MPOXന്റെ പഴയ വകഭേദമാണ് സ്ഥിരീകരിച്ചത്. 2022 ഇതേ വകഭേദം രാജ്യത്ത് കണ്ടെത്തിയിരുന്നു. രാജ്യത്ത് MPOX സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാനങ്ങളുടെ യോഗം വിളിക്കാൻ കേന്ദ്രം
തൽക്കാലം ആശങ്കയുടെ സാഹചര്യം ഇല്ലെന്നാണ് വിലയിരുത്തൽ. 54-ാം GST കൗൺസിൽ യോഗത്തിൽ ക്യാൻസർ മരുന്നുകളുടെ നികുതി 12% നിന്ന് 5% കുറയ്ക്കാൻ തീരുമാനിച്ചെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST കുറയ്ക്കണമെന്ന കാര്യത്തിൽ നവംബറിൽ ചേരുന്ന GST കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടാവുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. ഇത് പരിശോധിക്കാനായി മന്ത്രിതല സമിതിയെ നിയോഗിച്ചുവെന്നും ഇന്നലത്തെ GST കൗൺസിൽ യോഗത്തിന് ശേഷം മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓണം ഉത്സവ ബത്തയായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് 1000 രൂപ വീതം ലഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 56.91 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5.69 ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ബത്ത അനുവദിച്ചത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് 1000 രൂപ വീതം ഉത്സവ ബത്ത അനുവദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP ദർവേഷ് സാഹിബും ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമുമായി കൂടിക്കാഴ്ച നടത്തി. ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലായിരുന്നു യോഗം. പതിവ് കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നതെന്നാണ് വിവരം. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവൊന്നും കേരളത്തിൽ ഒറ്റയാൾക്കുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ADGPക്കെതിരായ സർക്കാരിന്റെ അന്വേഷണം പൂർത്തിയായാൽ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ADGP MR അജിത് കുമാറും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയെ ന്യായീകരിച്ച് സ്പീക്കർ AN ഷംസീർ. MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും RSS രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും ഷംസീർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ADGP MR അജിത് കുമാർ RSS നേതാവ് കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്പീക്കർ ഷംസീർ നടത്തിയ പ്രസ്താവന CPMന്റെ ഔദ്യോഗിക നിലപാട് ആണോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. MLAയും നടനുമായ മുകേഷ് അടക്കമുള്ള പ്രതികൾക്ക് എത്രയും വേഗത്തിൽ നോട്ടീസ് നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രതികളായ നടന്മാർ പലരും നേരത്തെ തന്നെ കോടതികളിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് ഇത് ബാധിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി. പിടികൂടിയ ആനകളുടെ കൈമാറ്റം സംബന്ധിച്ച ചട്ടങ്ങൾ പ്രകാരമാണ് ഇടക്കാല ഉത്തരവ്. ലോക ബാങ്ക് വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി സഹകരിക്കാൻ ലോകബാങ്കിന് താൽപര്യമുള്ളതായി അവർ അറിയിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. മെഡിസെപ് പദ്ധതിയിൽ 2.5 വർഷത്തിനുള്ളിൽ നൽകിയത് 1485 കോടി രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ. ഇതിൽ 1341.12 കോടി രൂപയും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സകൾക്കാണ് നൽകിയതെന്നും ധനകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് 5 കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് 5 കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കമലേശ്വരം GHSSൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അഭിഭാഷക പാനലിൽ കോൺഗ്രസ് നേതാവും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ അഭിഭാഷക പാനലിലേക്ക് 2 വർഷം മുമ്പാണ് അപേക്ഷിച്ചതെന്നും ഇത് രാഷ്ട്രീയ നിയമനമല്ലെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം.